സകലരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
മാത്രം ഈയുടുപ്പു മാറ്റുവാൻ രാപ്പകൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ വസിക്കുന്നു. രാപ്പകലാ ദൈവനാമം പാടി പാടി വാഴ്ത്തുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനൊന്നും വേണ്ട യാത്രയിൽ ഭൂമിയിൽ ഞാൻ ചെയ്ത നന്മകൾ കൂടെ പോരുന്ന കൂട്ടുകാർ. ഭവനത്തിലും ചർച്ചിലുമായി നടന്ന ശുശ്രൂഷകൾക്ക് ശേഷം സെമിത്തേരിയിലേക്ക് വത്സല്യ മാതാവിൻ്റെ ബോഡി കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടുതലായുള്ള ശുശ്രൂഷകളുടെ പുസ്തകങ്ങളാണ്. കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന ശുശ്രൂഷകളിലൊക്കെ തുടർന്ന് ഇവിടെയുള്ള ശുശ്രൂഷകൾ പ്രവർത്തിക്കപ്പെടുമ്പോൾ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ദാസയുടെ ശുശ്രൂഷ ഭവനത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ അനന്തരമായി ഈ സെമിത്തേരിയിൽ വീണ്ടും ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. എൻ്റെ ദാസിക്ക് യോഗ്യമായ യാത്രയെ പൂണിപ്പാനായി എൻ്റെ വലിയേറിയ ദാസന്മാരും പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ചർച്ചകരുമായി കടന്നു വന്നിരിക്കുന്നു. ശുശ്രൂഷയെ ധന്യമാക്കണമേ. ശുശ്രൂഷിപ്പാനുള്ള ദാസനെ ബലപ്പെടുത്തണമേ. ദുഃഖത്തിലും ഭാരത്തിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. ദിവ്യ സമാധാനത്താൽ ദൈവമേ അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കൃപകളും നന്മകളും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകി ശുശ്രൂഷയെ ധന്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക. കാലാവസാനത്തെങ്കിൽ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശയോടുകൂടെ യാത്രയാക്കുന്ന ഈ വേളയിൽ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി ആദ്യയോടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിയാളുടെ സ്തോത്രം മഹത്വം എടുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 71 വർഷക്കാലം പൂർണ്ണത്തിൽ ജീവിച്ചു തന്റെ ആയുഷ് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് പ്രവേശിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസി ഭൗതിക ശരീരത്തിന് ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം സെമിത്തേരിയിലെ ശുശ്രൂഷയ്ക്കായി നമ്മൾ ഒരുമിച്ചിവിടെ കടന്നു വരികയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന എന്ന കാര്യവും ക്രിസ്തുവ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരായെന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുമില്ല എന്നുവരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാതെ ക്രിസ്തുവിനെ അവർ ഉയർപ്പിച്ചുവെന്ന ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപം ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിന്നുള്ളവർ നശിച്ചുപോയി. നാം ഈ ആയുഷിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യർക്കേ. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്താന നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു,
പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം അവനെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന് കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിനെ പുത്രൻ താനും സകലവും തനിക്ക് കീഴായി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർത്തുന്നു എന്നും ഈ മൃതം ശരീരത്തോടെ വരുന്നതും ചോദിക്കും. കൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിനെയോ മറ്റു വല്ലതിനെയോ വെറും മണിയന്ത്രയെ വിതയ്ക്കുന്നത്. ദൈവമോ അതിന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. മനുഷ്യന്റെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ്സുകൊണ്ട് ഭേദം ഉണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും എണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃതശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ഇവിടെ ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, നലാത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തത്. മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. ആ മണ്ണുകൊണ്ടിന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു പറയാം, നമ്മെല്ലാവരും നിരവധിയില്ല. പെട്ടെന്ന് നാം എല്ലാവരും ആഘോഷിക്കും. മരിച്ചു അക്ഷയരായി നാല് വളർത്തുകയും ചെയ്യും. അബദ്ധത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങിയിരിക്കുന്നു എന്ന് ത്യാഗം. ഹേ മരണമേ എന്റെ ജയയുടെ, ഹേ മരണമേ എന്റെ വിഷമത്തിന്റെ മരണത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയങ്ങൾ ആകിയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിനെപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം എതിരുകൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർക്ക് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ജനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുകയും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവിനെയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള വളവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതാണ് ഞാൻ കേട്ടത്. ഇതാ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയും മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും ഉറവിടെയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത് കഴിഞ്ഞുപോയി. സിംഹാസീകരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പൊതുവാക്കുന്നു എന്ന് അരുളിച്ചെയ്തു. എഴുതുക, ഈ വചന വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും
പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ വിലപ്പെട്ട ദാസിയെ 23 വർഷക്കാലം ജീവിച്ചു. കർത്താവിന്റെ വിലപ്പെട്ട ദാസനോട് ചേർന്ന് കർത്താവിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് അനവധി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുകയും അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും ചെയ്തതിന് ശേഷം ശരീരത്തിൽ ബലഹീനയായി പ്രാർത്ഥനയോട് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കർത്താവ് തന്റെ പ്രിയപ്പെട്ട മകളെ തന്റെ സന്നിധിയിൽ ഈ കഷ്ടതയില്ലാത്ത കഷ്ടം എന്ന് പറഞ്ഞ ലോകത്തിൽ നിന്ന് കഷ്ടതയില്ലാത്ത ഇന്ത്യ ഭവനത്തിലേക്ക് ചേർന്ന് കൊള്ളുവാൻ മനസ്സായി. തിരുവനന്തപുരത്തിരിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞൊരു ഭാഗം ഇതാണ്: ഞാൻ എനിക്ക് വേണ്ടി ഒരു സ്ഥലം കൊടുക്കുവാൻ പോകുന്നു, ഒരുക്കത്തിന് ശേഷം വീണ്ടും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒന്നാമത്തെ കർത്തമാണ് ഇപ്പോഴും കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ നടന്നത്. കർത്താവിൻ്റെ ദാസി ചേർക്കുവാൻ അന്വേഷിച്ചു വന്നു. രണ്ടാമത്തെ ഒരു കർത്തമുണ്ട്, അത് കർത്താവ് പഴയ ഭാഗമാണ് കർത്തദാസന്മാര് ഇവിടെ വായിച്ചു കേൾക്കുന്നത്. കർത്താവ് നാദത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ താളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മൺമറഞ്ഞുപോയ ശുദ്ധന്മാർ രൂപാന്തരിച്ച ശരീരത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുമെന്നുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരനുഭവമാണ് നമുക്കിവിടെ വായിച്ചു കേൾക്കുവാനിടയായത്. അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന വേദഭാഗത്ത് ഒരു ലേഖനത്തിൽ കാണാൻ കഴിയുന്നത് മനുഷ്യമണ്ഡലത്തിലെ 7 വിധ കാഴ്ചകളാണ്. 7 വിധ കാഴ്ചകളുള്ള ഈ ശരീരത്തെ കർത്താവ് അതുവിധം ശക്തിയോട് ഉയർച്ചയോടുകൂടി ഉയർപ്പിക്കുന്ന ഒരു പ്രത്യേക അനുഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു: ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തെ പ്രാപിക്കുമെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ ശരീരം മധ്യമായതാണ്, ഇത് മൺമയമായതാണ്, ഇത് ദ്രവത്വം നിറഞ്ഞതാണ്, ഇത് ക്ഷയമുള്ളതാണ്, ഇത് പ്രാകൃതമാണ്, ഇത് ബലഹീനമാണ്, ഇത് അപമാനമുള്ള ശരീരമാണ്. കർത്താവിന്റെ വചനം പറയുന്നു, ഈ അപമാനമുള്ള ശരീരം തേജസ്സിൽ ഉയർന്നു വരും. ഈ പ്രാകൃതമുള്ള ശരീരം ആത്മീയ മണ്ഡലത്തിൽ ആത്മീയത്തെ പ്രാപിക്കുമെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഈ മൺമയമായ ശരീരം വിൺമയത്തെ പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, ഈ ക്ഷയമുള്ളത് അദ്രവത്വത്തെയും പ്രാപിക്കുന്ന ഒരു സമയം, അത് കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്ന സമയമാണ്. ആ സന്ദർഭത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ അഥവാ കർത്താവിന്റെ വിലപ്പെട്ട ദാസിയെ തേജസ്വേറിയ ശരീരത്തിൽ നമുക്ക് കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ പ്രത്യാശയുടെ ദിനം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ആ പ്രിയപ്പെട്ട കർത്തൃദാസി മാത്രമല്ല, ജീവനോട് ശേഷിക്കുന്ന സകല ഭക്തന്മാരും ശരീരത്തിൽ രൂപാന്തര പ്രാപിച്ചവരായി കർത്താവിനെ എതിരേൽപ്പാൻ വേണ്ടി എടുക്കപ്പെടും. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. ആ പ്രത്യാശയുടെ ജീവിപ്പാൻ കർത്താവ് ദാസനെ ബലപ്പെടുത്തട്ടെ, ദാനമായിട്ടുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ. ഈ ശ്രുതിയിൽ സംബന്ധിക്കുന്ന ഏവരെയും സ്വർഗ്ഗത്തിൽ